പുരാണത്തിലെ ഏറ്റവും വലിയ വില്ലൻ എന്ന് നമ്മൾ പറയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പ്രപഞ്ചം സൃഷ്ടിച്ച സാക്ഷാൽ ബ്രഹ്മാവിൽ നിന്ന് നേരിട്ടൊരു പരമ്പര ഉണ്ടാകുന്നത്? ഇതൊരു വിരോധാഭാസമല്ലേ? തിന്മയുടെ പ്രതീകമായി കാണുന്ന ഒരാൾക്ക് ഇത്രയും ദൈവികമായ ഒരു പാരമ്പര്യം എങ്ങനെ കിട്ടി? രാവണന്റെ ഉത്ഭവ രഹസ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയിലെ ആദ്യത്തെ വാതിൽ തുറക്കുന്നത് അയാളുടെ അച്ഛന്റെ കുടുംബമാണ്. പിതൃപരമ്പര. നിങ്ങൾ ഒരു പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്രയും ദൈവികമായൊരു പാരമ്പര്യമാണത്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം തോന്നും. രാവണന്റെ വംശപരമ്പര തുടങ്ങുന്നത് മറ്റാരിൽ നിന്നുമല്ല, സാക്ഷാൽ സ്രഷ്ടാവായ ബ്രഹ്മാവിൽ നിന്നാണ്. നോക്കൂ, ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ് പുലസ്ത്യൻ എന്ന മഹർഷി. അദ്ദേഹത്തിന്റെ മകനാണ് വിശ്രവസ്. പിന്നെ ആ വിശ്രവസിന്റെ മകനായിട്ടാണ് രാവണൻ ജനിക്കുന്നത്. അതെ, നിങ്ങൾ കേട്ടത് തെറ്റിയിട്ടില്ല. പുരാണത്തിലെ ഏറ്റവും വലിയ വില്ലൻ പ്രപഞ്ച സൃഷ്ടാവിന്റെ മുതുമുത്തു മകനാണ് എന്നൊരു കാര്യമാണല്ലേ? പക്ഷേ കഥ അത്ര സിമ്പിൾ അല്ല. ഇത്രയും മഹത്തരമായ ഈ ദൈവീക പരമ്പരയില് എവിടെയോ ഒരു പിഴവ് പറ്റിയിരുന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ പൂർണ്ണമെന്ന് തോന്നുന്ന ഒന്നിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചെറിയ വിള്ളൽ പോലെ. ആ ഒരൊറ്റ പിഴവ് മതിയായിരുന്നു മുഴുവൻ കഥയെയും മാറ്റിമറിക്കാൻ. ഫുൾ വീഡിയോ കാണാൻ ആശീർവാദം ചാനൽ സന്ദർശിക്കൂ.